നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരുപാട് കഴിവുകളുള്ള നല്ലൊരു കലാകാരൻ, കലാഭവൻ സാബുവും ഭാര്യ മിനിയും ശ്രുതിയും സൂരജും. ഹലോ, നമസ്കാരം. സാബു നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. അതെ, പക്ഷെ എനിക്കറിയാം, ഒരുപാട് ഞങ്ങൾ ഡെയിലി കേൾക്കുന്നതാണ്. അത് കാരണം എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടാതെ പോയത്? സിനിമയിൽ അധികം അങ്ങനെ ഞാൻ സിനിമയിൽ അധികം അങ്ങനെ വരാറില്ല. അധികമല്ല, സിനിമയിൽ വളരെ ഒന്നോ രണ്ടോ ഒരു പാസിങ് പോലെ ഒന്ന് രണ്ട് വരികൾ പാടിയെന്നല്ലാണ്ട് ഒരു ഫുൾ സ്വിങ്ങിൽ. അത് ഒന്ന് ഒരു ധനുർവേദം എന്ന് പറഞ്ഞിട്ട് പാടും. പിന്നെ അനിയത്തി പ്രാവരൊരു രണ്ട്. അതെയോ? അതേത് പാട്ട്? അത് കുറേ പേര് പാടിയിട്ടുള്ള പാട്ടാണ്. ദാസേട്ടനും സുജായ ചേച്ചി, എം ജി ശ്രീകുമാർ, ഒരു ചെറിയൊരു പോർഷൻ. അത് മാത്രമല്ല എനിക്ക് ഇപ്പോൾ എടുത്തു പറയാൻ പറ്റിയ സിനിമ എന്ന് പറയാനുള്ള ബന്ധം. പിന്നെ ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. മിനി വർക്ക് ചെയ്യുന്നുണ്ടോ? സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ശ്രുതി എന്ത് ചെയ്യുന്നു? ഞാൻ ബിടെക്. എവിടെ? കളമശ്ശേരി ഐസാറ്റ്. ഓക്കെ. എന്താണ്? സിവിൽ എഞ്ചിനീയർ. ഓക്കെ. അപ്പോൾ കലാകാരിയാവാൻ ഉദ്ദേശമില്ലേ? പാടുമോ? കുറച്ച് പാടൂ, കേൾക്കട്ടെ. കലാകാരിയാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പാടൂ. तू ही मुझको बता दे, चाहूं मैं आना, अपनी तो दिल का बता दे, चाहूं मैं आना, इतना बता दो तुझको, चाहत पे अपनी मुझको यूं तो नहीं दिया, फिर भी ये सोचा दिल ने, अब जो लगा हूँ मिलने, पूछो तुझे एक बार, तू ही ये मुझको बता दे, चाहूँ मैं आना, अपनी तो दिल का बता दे, चाहूँ मैं आना. പാട്ട് പഠിക്കുന്നുണ്ടോ നമ്മൾ? അതെയാ? സിംഗർ ആവാൻ ആഗ്രഹമുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പാട്ട് പാടണം സിനിമയിൽ? ഇവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനെ സിനിമയിലേക്ക് വരാൻ ശ്രമം നടത്താത്ത ഒരാള്, അച്ഛനെ പുറകോട്ട് വലിയുന്ന ഒരാള്, അല്ലേ? അതെ, ഇവരിപ്പം തുടങ്ങിയപ്പോൾ ഒരു 1-2 ആൽബത്തിൽ പാടി, ഒരു 2 ഡിവോഷണൽ ആൽബത്തിൽ പാടി. പിന്നെ ഈസ്റ്റ് കോസ്റ്റ് ഈ അടുത്ത് റിലീസായ ഒരു ഫേസ്ബുക്ക് പ്രണയഗാനങ്ങൾ, ആ ഒരു ആൽബത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇവരുടെ പാട്ട് നമ്മൾ അങ്ങോട്ടും അതല്ല, അവർ എവിടെയോ പാട്ടൊക്കെ കേട്ട് ഇത് കേൾക്കുമ്പോൾ. അല്ല, റിയാലിറ്റി ഷോസിൽ വല്ലതും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? റിയാലിറ്റി ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇയാളോ അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജിലൊക്കെ വെച്ച് തന്നെ ഇയാളിങ്ങനെ ആകെ ഭയങ്കര ടെൻഷനാണ്. അതിൻ്റെ പ്രൈമറി സ്റ്റേജിലൊക്കെ തന്നെ പുള്ളി മാറിപ്പോകും. സാരല്ല, ധൈര്യമായിട്ട് പോയി. ഇങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ ഒരു കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റൂ. നമ്മളിങ്ങനെ ബാക്കിലേക്ക് പോയാൽ നമ്മൾ, അച്ഛന് തന്നെ ഒരുപാട് കഴിവുള്ള ആളാണ്, പക്ഷേ ഈ പറയുന്ന മാതിരി ഉൾവലിഞ്ഞാണ് സിനിമയിലൊന്നും, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരു പരിധിവരെ അതും ശരിയാണ്. കാരണം ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ശ്രമം അതിനുവേണ്ടി നടത്തിയിട്ടില്ല. പിന്നെ വന്ന വഴികളിലൊക്കെ ഒരുപാട് പാട്ട് പാടാൻ പറ്റി, കുറേ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ തന്നെ നമുക്കൊരു നേട്ടം എന്ന് പറയും. സൂരജ് പാടുവോ? ഞാൻ പാടാൻ പറയുന്നില്ല, പാടാറുണ്ടോ? ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് പാടാൻ പറഞ്ഞേക്കരുത്. അല്ല, അദ്ദേഹത്തിന് പാടാനൊക്കെ ഉള്ള മ്യൂസിക്കൊക്കെ ഉണ്ട്. ആളുടെ ഉള്ളിൽ നമ്മൾ തെറ്റൊക്കെ പാടിക്കഴിഞ്ഞാൽ അപ്പം പുള്ളി അത് കറക്റ്റ് ചെയ്യും. അത് ശരിയല്ല, അവളെ ഇങ്ങനെയൊക്കെ അമ്മയും ഒരാൾ ഡിറ്റോ അച്ഛനും. വീട്ടില് രണ്ടുപേരും പാടി തകർക്കും. ഏത് ക്ലാസ്സിലായി സൂരജ്? 5th. ഓക്കെ. അപ്പൊ സമാധാനായിട്ടിരുന്നോളൂ. ഞാൻ വലുത് 5th ആണോ എന്ന് ആലോചിക്കുകയാണോ? ഇങ്ങനെ പറഞ്ഞു നോക്കുന്നു, അല്ലേ? കലയൊക്കെ ഉണ്ടോ മിനിക്ക്? ഞാൻ പാടും. അതെയോ?
പാട്ടുണ്ടായിരുന്നു. ഇനി പാട്ടുകാരിയായിരുന്നു. ഇവിടെ കലാഭവനിലൊക്കെ പാടിയിരുന്നു കുറച്ച് നാൾ മുന്നേ, കുറേ ഞങ്ങളുടെ കല്യാണത്തിലേക്ക് മുന്നേ. ആഹാ. പിന്നെ കുറേ വർഷമായിട്ട് സ്ഥിരം കുറച്ച് ഇടയ്ക്ക് വർക്കുകളിലൊക്കെ പാടാൻ. റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് പോയി പാടാറുണ്ട്. ആണോ? എന്നാലും അത്രയും സജീവമല്ല, ഞങ്ങൾ പാടാറുണ്ട്. ഒന്ന് പാടിക്കേ, ഞാൻ കേൾക്കട്ടെ. സാരല്ല, ഇവിടെ ഇല്ലേ? സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? പേടിയാ. നിങ്ങളെല്ലാരും ഇങ്ങനെ ആയാലും എന്തൊരു കഷ്ടമാണത്. നിങ്ങളുടെ പേടി കളയാനിപ്പോ എന്താ ഒരു മാർഗം? എല്ലാരും നന്നായിട്ട് പാടുന്നുണ്ട്. വീടുകളാൻ ചരട് മാത്രം രക്ഷണം, ഗേരസ് കെട്ടണം. നമുക്ക് എവിടെയെങ്കിലും പോയാലോ? അർജുനൻ ഫൽഗുനൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, പേടി മാറും. കുറേ നാളായിട്ട് പുള്ളിങ്ങനെ പ്രാക്ടീസ് കുറവാണ്. പുള്ളി ഈ അടുത്ത് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റെ പുറകെ ഫുൾ ടൈം സജീവം അതാണ്. എന്താ ബിസിനസ്? ഒരു റെഡിമെയ്ഡ് ഷോപ്പൊക്കെ തുടങ്ങി. ഓക്കെ. ഇവിടെ അടുത്ത് എറണാകുളത്ത് തന്നെ. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു തിരക്കിലൊക്കെ പുള്ളി കുറച്ച് നാളായിട്ട് ബസ്സിൽ പാട്ട് പ്രാക്ടീസ് കുറവാണ്. അത് ശരി. അപ്പോൾ അതിൻ്റെ പാട്ട് വിടണ്ട കേട്ടോ, പാട്ട് പ്രാക്ടീസ് ചെയ്യും. വിടില്ല. ഇങ്ങനെ സ്വയം വീട്ടിലിരുന്ന് പാടിയിട്ട് കാര്യമില്ലല്ലോ. നന്നായിട്ട് പാടിയിരുന്നല്ലേ. ഇയാൾ സ്വന്തം ആൽബമൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചോറ്റാനിക്കര കുറേ ഡിവോഷണൽ സോങ്സ് ഒക്കെ ഇയാളുടെ സ്വന്തം ആൽബമായിട്ട്. അത്രയൊക്കെ മതി എന്നുള്ള തൃപ്തിയിലാണോ? അതിന് മുകളിലോട്ട് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലേ?